ഇപ്പോൾ സമയം രാത്രി 8:30. ജയകൃഷ്ണൻ ഹരിനാരായണന്റെ വീട്ടിലെത്തി. ഈ സമയം ഹരി കടയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മറമുറ്റത്ത് ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അതാരാണെന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരി തൻ്റെ വീട്ടുമുറ്റത്ത് ബൈക്കിൽ വന്നു നിൽക്കുന്ന ജയകൃഷ്ണനെ കണ്ട് ഒന്നമ്പരന്നു. തുടർന്ന് ആ അമ്പരപ്പോട് തന്നെ "ഇതെങ്ങനെ ഇവിടെ?" എന്ന് ചോദിച്ചുകൊണ്ട് ജയകൃഷ്ണൻ്റെ അടുത്തെത്തി. എന്നാൽ ഹരിയുടെ ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു ചിരിയിലൊതുക്കിക്കൊണ്ട് ജയകൃഷ്ണൻ ബൈക്കിൽ നിന്നും ഇറങ്ങി. ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഒതുക്കി വച്ച ശേഷം ഹരിയുടെ അടുത്തെത്തി. അപ്പോഴാണ് ഹരി അത് കണ്ടത്. ജയകൃഷ്ണൻ്റെ കയ്യിലൊരു മുറിവ്. അത് കണ്ട ഹരി തെല്ലു പരിഭ്രമത്തോടെ "ഇതിപ്പോൾ സംഭവിച്ചതാണല്ലോ, എന്തു പറ്റിയതാ ജയ?" അവൻ്റെ ചോദ്യത്തിൽ ആശങ്കയും പേടിയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഹരിയുടെ ആ ചോദ്യവും മുഖത്തെ ടെൻഷനും കണ്ട ജയകൃഷ്ണൻ അവനെ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി പറഞ്ഞു. "ഇങ്ങോട്ട് വരും വഴി ഒരാളുമായി ചെറിയൊരു വാക്കുതർക്കം. അതിനിടയിൽ സംഭവിച്ചതാണിത്," ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തി. എന്നാൽ അതു കേട്ടതും ഹരി പെട്ടെന്ന് "ആ ആൾ വിശാലാണോ അതോ അവൻ്റെ കൂട്ടുകാരാണോ നിന്നെ ഉപദ്രവിച്ചത് എന്നായി ചോദ്യം. എന്നാൽ ഒരു ചെറുപുഞ്ചിരിയോടെ ജയകൃഷ്ണൻ "ഏയ്, അവരൊന്നുമല്ല. ആളെ നിനക്കറിയാം. നാളെ പകൽ കാട്ടിത്തരാം. പക്ഷേ ഇക്കാര്യം നീ ഇവിടെ പറയേണ്ട. മറ്റെന്തെങ്കിലും പറഞ്ഞാൽ മതി." "ശരി" എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ജയകൃഷ്ണനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് ജയകൃഷ്ണനെ കണ്ട ഹരിയുടെ വീട്ടുകാർ തെല്ലമ്പരപ്പോടെ "ഇതെന്തുപറ്റി, ഒരു മുന്നറിയിപ്പുമില്ലാതെ?" എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ജയകൃഷ്ണൻ "ഏയ്, ഒന്നുമില്ല. എനിക്കിവിടേക്ക് ഒന്ന് വരണമെന്ന് തോന്നി വന്നു, അത്രയേ ഉള്ളൂ." ഈ സമയം ജയകൃഷ്ണൻ്റെ കയ്യിലെ ആ കെട്ടുകണ്ട് "അല്ല, ഇതെന്തുപറ്റി? കയ്യിലൊരു മുറിവ്?" "ഞാൻ ബൈക്കിലാണ് വീട്ടിൽ നിന്നും വന്നത്. ഇടയ്ക്ക് ബൈക്ക് ചെറുതായിട്ടൊന്ന് ചറുക്കി. അപ്പോൾ സംഭവിച്ചതാണ്." അതുകേട്ട ഹരിയുടെ വീട്ടുകാർ തെല്ലൊന്നു ഭയന്നു. ആ ഭയപ്പാടോട് തന്നെ അവർ വീണ്ടും "ഈ മുറിവല്ലാതെ മറ്റു വല്ല കുഴപ്പവും പറ്റിയോ?" എന്ന് ചോദിക്കുന്നു. അതുകേട്ട ജയകൃഷ്ണൻ "ഇല്ല" എന്നും "മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ തനിക്ക് പറ്റിയിട്ടില്ല" എന്നും പറയുന്നു. അതുകേട്ടതും ഹരിയുടെ വീട്ടുകാർ "ഭാഗ്യം" എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. തുടർന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ജയകൃഷ്ണനും ഹരിയും അല്പനേരം സംസാരിച്ചിരുന്നു. ശേഷം ഇരുവരും ഉറങ്ങാൻ കിടന്നു. കട്ടില് കണ്ടതേ ഹരി ഉറങ്ങി. എന്നാൽ ജയകൃഷ്ണൻ അല്പം പോലും ഉറങ്ങിയിട്ടില്ല. ദേവൂട്ടിയെക്കുറിച്ചോർത്ത് അവൻ ഉറങ്ങാതെ കിടക്കുകയാണ്. ഈ സമയം മറുവശത്തെ ക്ഷേത്രത്തിൽ നിന്നുമെത്തിയ ദേവൂട്ടി ആ സംഭവത്തോടെ വല്ലാതൊന്നു ഭയന്നു. ഇന്ന് ഇവളുടെ ജന്മദിനം കൂടിയായിട്ടും രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ തനിക്ക് തലവേദനയാണെന്നൊരു കള്ളം പറഞ്ഞ് നേരത്തെ മുറിയിൽ കയറി കിടന്നു. പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ജയകൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകൾ അതായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ താൻ അറിയാതെ ചെയ്തു പോയതാണെന്നും അതല്ലാതെ ആ മനുഷ്യനെ വേദനിപ്പിക്കണമെന്നോ ഇങ്ങനെ മുറിഞ്ഞു ചോര വരുമെന്നോ തനിക്ക് അറിയുമായിരുന്നില്ല എന്നും സ്വയം പറഞ്ഞ് സമാധാനപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അവളപ്പോൾ. പക്ഷേ അതിനും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടുതന്നെ ദേവൂട്ടി തുടർന്നും ഭഗവാനെ വിളിച്ചുകൊണ്ട് "എൻ്റെ ഭഗവാനെ കൃഷ്ണ, ആ പാവത്തിന് ഞാൻ കടിച്ചത് നന്നായി വേദനിച്ചു കാണില്ലേ? അങ്ങനെയെങ്കിൽ ആ പാവത്തിന് വേദന പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കണേ. പല്ലുകൊണ്ട് കടിച്ചാൽ ആ മുറിവിന് നല്ല വേദനയും അരപ്പുമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ചോര വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ മുറിവ് എത്രയ്ക്ക് വലുതായിരിക്കുമെന്ന് മനസ്സിലായി." അതോടെ അവളുടെ മനസ്സ് കുറ്റബോധത്താൽ നീറിത്തുടങ്ങി. ഒപ്പം മനസ്സിൽ വീണ്ടും "ആ മുറിവിന് നല്ല വേദനയായിരിക്കും. അതിനാൽ ആ പാവത്തിന് ഈ രാത്രിയിൽ ഉറങ്ങാനും കഴിയില്ല. ഇനി ആശുപത്രിയിൽ പോയിക്കാണുമോ അതും അറിയില്ല. തന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടല്ലേ താൻ അങ്ങനെ ചെയ്തത്. എന്നാലും താനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അറിയാണ്ട് ചെയ്തു പോയതാണ്. ആ പാവത്തിന് വേദനയൊന്നും വരുത്തരുതേ ഭഗവാനെ. ഉറങ്ങാൻ കഴിയണേ." ദേവൂട്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വേദനയൊന്നുമില്ലാതെ ജയകൃഷ്ണൻ ഉറങ്ങാൻ പ്രാർത്ഥിക്കുന്ന ദേവൂട്ടിയുടെ ഈ രാത്രിയിലെ ഉറക്കം അത് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ രാത്രി ഏറെ വൈകിയിരിക്കുന്നു. എന്നാൽ ഇവിടെ ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കം വരാതെ വന്ന അവൾ തലങ്ങും വിലങ്ങും കിടന്നു നോക്കി ഒന്നുറങ്ങാൻ. പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ അങ്ങനെ കിടന്ന അവൾ പുലരാറായപ്പോഴാണ് ഒന്നുറങ്ങിയത്.
അടുത്ത ദിവസം ജയകൃഷ്ണൻ വന്നതിനാൽ 2 ദിവസത്തേക്ക് ഹരി കടയിൽ നിന്ന് ലീവെടുത്തിരുന്നു. ലീവെടുത്ത ശേഷം രണ്ടാളും കൂടി പതിവ് പോലെ ആ ആൽത്തറ ചുവട്ടിലെത്തി. അവിടെ അങ്ങനെയിരുന്നു. ഒടുവിൽ ജയകൃഷ്ണൻ ഹരിയോട് "നമുക്ക് ദേവൂട്ടിയുടെ വീട് വരെയൊന്ന് പോയാലോ" എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഹരി "എന്തിന്? അവിടെ ചെന്ന് വെറുതെ ദേവൂട്ടിയുടെ വെറുപ്പും ദേഷ്യവും കാണാനോ? ഏയ്, അതൊന്നും സാരമില്ലെന്നേ. സത്യം പറഞ്ഞാൽ അവളെയൊന്ന് കാണാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ആ മുഖമൊന്ന് കാണാമല്ലോ. എനിക്ക് അത് മതി" ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തി. അത് കേട്ടതും ഹരി "ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ വരാം. പിന്നെ അവളെ കണ്ടു കഴിയുമ്പോൾ അവൾ എന്താണ് അങ്ങനെയെന്നും എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്തേക്കരുത്" വീണ്ടും പറഞ്ഞു. അതുകേട്ട ജയകൃഷ്ണൻ "ഇല്ലെന്നേ, എന്നാൽ വാ" എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ജയകൃഷ്ണനെയും കൂട്ടി ദേവൂട്ടിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവർ അവിടെ ചെല്ലുമ്പോൾ ദേവൂട്ടിയുടെ അപ്പാവും അമ്മാവും കൂടി വീടിന് പിന്നിലുള്ള ഇത്തിരി സ്ഥലത്തെ പച്ചക്കറിത്തൈകൾ നടുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപർണയും അശ്വതിയും ക്ലാസ്സിന് പോയിരിക്കുകയായിരുന്നു. ഹരിയെയും ജയകൃഷ്ണനെയും കണ്ട അയ്യർ ഒരു ചെറുപുഞ്ചിരിയോടെ അവരെ ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് അയ്യർ കാലും മുഖവും കഴുകാനായി വീടിന് പിന്നാമ്പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും തിരിച്ചെത്തി. ഈ സമയം ജയകൃഷ്ണനും ഹരിയും ചെറുതിണ്ണയിൽ നിരത്തിയിട്ട കസേരയിൽ ഇരിക്കുകയാണ്. കാലും മുഖവും കഴുകാനായി വന്ന അയ്യർ ദേവൂട്ടിയെ വിളിച്ചുകൊണ്ട് "ഒരു 3 കാപ്പി എടുത്തോളൂ" എന്ന് പറയുന്നു. ശേഷം അയ്യർ അവർക്കൊപ്പം വന്നിരുന്നു. തുടർന്ന് അവരുമായി സംസാരിച്ചു. അല്പം കഴിഞ്ഞതും ദേവൂട്ടി 3 ആൾക്കുമുള്ള കാപ്പിയുമായി അവിടേക്ക് വന്നു. അയ്യർ അവരോട് കാപ്പി എടുക്കാൻ പറയുന്നു. അതോടെ ഹരിയും ജയകൃഷ്ണനും ദേവൂട്ടി കൊണ്ടുവന്ന കാപ്പി എടുത്തു. ഈ സമയം കാപ്പി എടുക്കാനായി ജയകൃഷ്ണൻ കൈ ഉയർത്തിയപ്പോഴാണ് അയ്യർ അവൻ്റെ കയ്യിലെ മുറിവ് കണ്ടത്. പെട്ടെന്ന് അദ്ദേഹം ജയകൃഷ്ണനോട് "ഇതെന്തു പറ്റി കുട്ടി" എന്ന് ചോദിക്കുന്നു. എന്നാൽ അയ്യരുടെ ആ ചോദ്യം കേട്ട 3 പേർക്കും കാപ്പി കൊണ്ടുവന്നു കൊടുത്ത ശേഷം മുറിക്കകത്തേക്ക് പോകാനായി തിരിഞ്ഞ ദേവൂട്ടി ഒരു ഞെട്ടലോടെ അവിടെ തന്നെ നിന്നു പോകുന്നു. തുടർന്ന് അവൾ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് അറിയാതൊന്ന് നോക്കിപ്പോയി. എന്നാൽ ഇവിടെ അയ്യരുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ തൻ്റെ നേർക്ക് ദേവൂട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നോട്ടം അത് ജയകൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവനും ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അതോടെ അവരുടെ രണ്ടാളുടെയും കണ്ണുകൾ തമ്മിലൊന്നിടഞ്ഞു. ശേഷം അവളുടെ മുഖത്തു നിന്നും ആ കണ്ണെടുക്കാതെ തന്നെ അയ്യരോട് പറഞ്ഞു "അതപ്പാ, എന്നെ ഒരു മുയൽക്കുട്ടി കടിച്ചതാണ്." "മുയൽക്കുട്ടിയോ?" ചെറിയൊരു സംശയത്തോടെ, അതിലുപരി അമ്പരപ്പോടുകൂടി അയ്യർ ചോദിക്കുന്നു. "അതെ, മുയൽക്കുട്ടി തന്നെ" അവൻ വീണ്ടും പറഞ്ഞു. ഈ സമയം അയ്യർ "കുട്ടി വളർത്തുന്ന മുയൽക്കുട്ടിയാണോ?" എന്ന് ചോദിക്കുന്നു. "ഏയ് അല്ല, വളർത്താൻ വേണ്ടി വാങ്ങാൻ ചെന്നതാണ് ഞാൻ. അതിനെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് തൊട്ടു നോക്കിയതാ. പക്ഷേ അതിനെന്നെ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അതെന്നെ കടിച്ചിട്ട് ഓടിക്കളഞ്ഞു. പക്ഷേ അതിനെ ഞാൻ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതിനെ തന്നെ ഞാൻ വളർത്തും. അതാണ് എൻ്റെ തീരുമാനം" ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു. ഈ സമയം അത് കേട്ടിരുന്ന അയ്യർ "അപ്പോൾ കുട്ടിക്ക് ആ മുയൽക്കുട്ടിയെ അത്രയ്ക്കിഷ്ടമായെന്ന് തോന്നുന്നുവല്ലോ?" "അതെ അപ്പാ, ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കതിനെ ഇഷ്ടമായി. പക്ഷേ അതിനും നമ്മളെ ഇഷ്ടപ്പെടണമല്ലോ, എന്നാലല്ലേ നമുക്ക് വളർത്താൻ പറ്റൂ" ജയകൃഷ്ണനും പറഞ്ഞു. അത് കേട്ട അയ്യർ "അതെന്താ അങ്ങനെ? കുട്ടിക്ക് അതിനെ ഇഷ്ടമാണെങ്കിൽ ആ വീട്ടുകാരോട് നേരിട്ട് ചോദിക്കുക. അവർക്ക് പണം വേണമെങ്കിൽ അത് കൊടുത്തു വാങ്ങുക. അങ്ങനെ പണം കൊടുത്താൽ വാങ്ങുന്ന കൂട്ടത്തിലുള്ളവരല്ല അവരെന്നാണ് എൻ്റെയൊരു അറിവ്" ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തി. എന്നാൽ ഇവിടെ അയ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ജയകൃഷ്ണൻ്റെ മിഴികൾ ആരും കാണാതെ അപ്പോഴും ദേവൂട്ടിയുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു. അവളുടെ മനോഹരമായ ആ മിഴികളിൽ തന്നെയായിരുന്നു. ഈ സമയം ദേവൂട്ടിയുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. ജയകൃഷ്ണന് മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ അവൻ്റെ കണ്ണുകളിലേക്കും ഒപ്പം അവൻ്റെ ചുണ്ടുകളിൽ ആരും കാണാതെ ഇടയ്ക്കിടെ മിന്നിമറയുന്ന ആ കുസൃതി നിറഞ്ഞ പുഞ്ചിരിക്കും മുന്നിൽ നിശബ്ദയായി നിൽക്കാൻ മാത്രമേ അവൾക്കും കഴിഞ്ഞിരുന്നുള്ളൂ. ഈ സമയം അത് കേട്ട അയ്യർ "അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. അവരോട് നേരിട്ട് പോയി ചോദിച്ച് വാങ്ങുക. എന്നിട്ട് അതിനെ കൂട്ടിലിട്ട് വളർത്തുക. അപ്പാ പറഞ്ഞത് അത് ശരിയാണ്. പക്ഷേ എനിക്ക് ആ മുയൽക്കുട്ടിയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. മറിച്ച് എനിക്കൊപ്പം എപ്പോഴും കൊണ്ടുനടന്ന് വളർത്തണം." "അതും ശരിയാണ്. കൂട്ടിലിട്ട് അടയ്ക്കുന്നതിലും നല്ലത് നമുക്കൊപ്പം വളർത്തുന്നതാണ്. അപ്പോഴാണ് അതിന് നമ്മളോട് സ്നേഹം തോന്നണത്." "അതെ, ആ മുയൽക്കുട്ടി കടിച്ചിട്ട് നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുവല്ലോ?"
അതെ, അല്പം മുറിഞ്ഞു. ആശുപത്രിയിൽ പോയി ടി.ടി. എടുത്തു, ഒരു ഇഞ്ചക്ഷനും എടുത്തു. അതും ഏതായാലും നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യർ ജയകൃഷ്ണനോട് കാപ്പി കുടിക്കാൻ പറയുന്നു. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ അയ്യരോട് ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദേവൂട്ടി അവർക്കൊപ്പം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജയകൃഷ്ണൻ അയ്യരോട് ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദേവൂട്ടിയുടെ ഉള്ളിൽ വല്ലാത്ത ഒരുതരം ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു. അത് ജയകൃഷ്ണൻ ശ്രദ്ധിച്ചു. തുടർന്ന് അയ്യർ പറഞ്ഞതനുസരിച്ച് കാപ്പി കുടിക്കുന്ന ജയകൃഷ്ണന്റെ കണ്ണുകൾ അപ്പോഴും ആരും കാണാതെ ദേവൂട്ടിയുടെ നേർക്ക് ഇടയ്ക്കിടെ പാഞ്ഞു. ഒടുവിൽ കാപ്പികുടി കഴിഞ്ഞ് അയ്യരോട് യാത്ര പറഞ്ഞ് രണ്ടാളും അവിടെ നിന്നും ഇറങ്ങി. ബൈക്കിൽ ജയകൃഷ്ണനൊപ്പം അവൻ്റെ പിന്നിലിരുന്ന ഹരി അപ്പോൾ നിന്റെ ഈ കയ്യിലെ മുറിവിൻ്റെ കാരണക്കാരി ദേവൂട്ടിയായിരുന്നു അല്ലേ? അത് കേട്ട ജയകൃഷ്ണൻ അതേയെന്ന് പറഞ്ഞു. എന്നാൽ അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഹരി ചോദിച്ചതേയില്ല. ജയകൃഷ്ണൻ പറഞ്ഞതുമില്ല. ഈ സമയം ജയകൃഷ്ണനും ഹരിയും അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും ദേവൂട്ടിയുടെ മനസ്സിൽ, അപ്പോൾ ആ മനുഷ്യൻ ആശുപത്രിയിൽ പോയിരിക്കുന്നു അല്ലേ? താൻ കയ്യിൽ കടിച്ചുകൊണ്ടിരുന്ന ആ നേരം അത്രയും ആ പാവം എന്തു വേദന സഹിച്ചു കാണും അല്ലേ? എന്നിട്ടെന്തേ തന്നെ ഒന്നും പറയാതെ നിന്നത്? അവൾ സ്വയം ചോദിച്ചു പോകുന്നു. തുടർന്ന് അന്ന് രാത്രിയിൽ ദേവൂട്ടി അനുജത്തി അശ്വതിയോട് കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവങ്ങളെല്ലാം തന്നെ പറയുന്നു. ഒപ്പം പകൽ നടന്ന സംഭവങ്ങളും തൻ്റെ അപ്പ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അവൾ അശ്വതിയോട് പറയുന്നു. ഈ സമയം അത് കേട്ടുനിന്ന അശ്വതി ദേവൂട്ടിയോട്, എന്താ ദേവേച്ചി ഈ പറയണത്? ദേവേച്ചി ആ പാവത്തിൻ്റെ കൈ കടിച്ചു മുറിച്ചെന്നോ? എന്നിട്ട് ആ ചേട്ടൻ ചേച്ചിയെ തല്ലിയില്ലേ? ഇല്ല. ദേവൂട്ടി കണ്ണുകൾ രണ്ടും അടച്ചു കാട്ടി. അത് കണ്ട അശ്വതി വീണ്ടും തുടർന്നു. അതെ, ഈയിടെയായി ദേവേച്ചിക്ക് ഒരല്പം വാശിയും ദേഷ്യവും കൂടുതലാണ് കേട്ടോ. പിന്നെ ആ ചേട്ടൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ ഒരു നിമിഷം തന്നെ ദേവേച്ചി വിവരമറിയുമായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ഒരു പാവമായതുകൊണ്ടാണ് ദേവേച്ചി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണത്. അത് മറക്കേണ്ട. പാവം ചേട്ടൻ എന്തോരം വേദന സഹിച്ചു കാണും ഭഗവാനെ, അശ്വതി പറഞ്ഞു നിർത്തുന്നു. ഈ സമയം അത് കേട്ടിരുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ തൻ്റെ അനുജത്തിമാർക്ക് രണ്ടാൾക്കും വീട്ടിലെ അപ്പായ്ക്കും അമ്മായ്ക്കും എല്ലാം ആ മനുഷ്യനെ വലിയ ഇഷ്ടവും സ്നേഹവുമാണ്. എന്നാൽ തനിക്ക് മാത്രമാണ് അയാളോട് വെറുപ്പുള്ളത്. അതെന്താണ് അങ്ങനെ? അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും മറന്ന് വിശാലിൻ്റെ കത്തിമുനയ്ക്ക് മുന്നിലേക്ക് സ്വയം എടുത്തു ചാടിയവളല്ലേ താൻ? എന്നിട്ടെന്തേ അയാൾ തനിക്ക് മുന്നിൽ വരുമ്പോൾ തനിക്ക് തന്നിൽ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്? അറിയില്ല, അവളോട് തന്നെ സ്വയം ചോദിച്ചു പോകുന്നു. ആ രാത്രിയിലും ജയകൃഷ്ണനെക്കുറിച്ചോർത്ത് കിടന്ന അവൾ വളരെ വൈകിയായിരുന്നു ഉറങ്ങിയത്.